ഫാമിലി ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഓണം സെലിബ്രേഷൻ ഞങ്ങൾക്കിവിടെ 1-ാം തീയതിയാണ്, സെപ്റ്റംബർ 1-ാം തീയതി. ഇവിടെ മലയാളികൾക്കൊരു കുർബാനയുണ്ട്, മാസത്തിൽ ഒരിക്കലുള്ളൂ, ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണം സെലിബ്രേഷനാണ് 1-ാം തീയതി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി പോവാണ്. ഞാൻ തിരുവാതിരക്കളിക്കും മോളിൽ ഡാൻസിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് പ്രാക്ടീസ് വെച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. നമ്മളിപ്പോൾ ട്രാം സ്റ്റേഷനിലെത്തി. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മൻ സൈഡിലത്തെ എൻഡിങ് പോയിൻ്റാണിത്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാമിൽ അല്ലെങ്കിൽ ബസ്സിലെയോ മാറി കയറിയിട്ട് വേണം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ. ഇത് എൻഡിങ് പോയിൻ്റ് ആയ കാരണം തന്നെ ഇത് തിരിച്ച് ഈ കാണുന്ന ട്രെയിൻ തന്നെ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് വന്ന് അതേ സർവീസിൽ തന്നെ സർവീസ് നടത്തും. സ്ട്രാസൻ ബാൻ എന്നാണ് ഇതിനെ പറയുക ഇവിടെ. സ്ട്രാസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ്, ബാൻ എന്ന് വെച്ചാൽ ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ടാവും, ഇലക്ട്രിക്കൽ ലൈൻ. ആ ലൈനിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഓടുന്നത്. പിന്നെ ഈ റോട്ടിൽ കൂടെ ഓടുന്ന കാരണം തന്നെ നമുക്ക് മറ്റുള്ള വാഹനങ്ങളൊക്കെ സൈഡിൽ കൂടെ പോകും. ചിലപ്പോൾ ചില റോഡിൽ കൂടെയൊക്കെ ഈ ട്രാമിൻ്റെ ലൈനിൽ തന്നെ നമുക്ക് വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും. അങ്ങനെയാണ് സജ്ജീകരിച്ചാണ് ഇവർ. ഈ കാണുന്ന ഹോസ്പിറ്റലാണ് ഡയാക്കോ ഹോസ്പിറ്റൽ. ഇവിടെയാണ് നമ്മൾ ഹൗസ് അസിസ്റ്റൻറ്റിനെ രജിസ്റ്റർ ചെയ്തതാണ്. ഹൗസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഡോക്ടർ. നമുക്ക് ഓരോ സിറ്റിസൺസിനും അല്ലെങ്കിൽ സിറ്റിസൺ അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഇവിടെ ഫാമിലി ഡോക്ടർ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഹൗസ് അസിസ്റ്റൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അവിടെ അവർ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഇവരെ കാണണ്ടേ. ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ വേണമെങ്കിൽ ഇവർ അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേറെ ഹൗസ് അസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കിൻഡറിൻ്റെ ഡോക്ടറിനെ രജിസ്റ്റർ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട്. കിൻഡറിൻ്റെ കാര്യം അവർക്ക് ഫുള്ള് ഫ്രീ ആണ്. അവർക്ക് വേറെ പൈസയൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും മെഡിസിൻ വേണമെങ്കിൽ തന്നെ കുട്ടികൾക്ക് കാശ് വേണ്ട. അത് പക്ഷേ നമുക്കിപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങണമെങ്കിൽ 5 യൂറോ അങ്ങനെയാണ് ഇവിടെ പറയണത്. മറ്റുള്ള കാര്യത്തിന് ഇപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനൊന്നും നമുക്ക് വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് പേ ചെയ്യുന്ന നിർബന്ധമാണ്. നമ്മുടെ സാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് കട്ടായി പോകും. ഈ കാണുന്നൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാൻ ഓഫ് എന്നാണ് പറയുക. ഇവിടെ പാസഞ്ചർ ട്രെയിനുകൾ പോലത്തെ ട്രെയിനുകളിലൂടെ വന്നിട്ട് ഇവിടെ RS, RB, RE അങ്ങനെ പല കാറ്റഗറിയിലുള്ള ട്രെയിനുകളുണ്ട്. RS ഒക്കെ ആണെങ്കിൽ വളരെ സ്ലോവിൽ പോകുന്ന ട്രെയിൻ, പാസഞ്ചർ ട്രെയിനുകൾ പോലത്തെ ട്രെയിൻ. ഇപ്പോൾ RB ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ്, അങ്ങനെ RE ആകുമ്പോൾ കുറച്ചുകൂടി. അതുപോലെ തന്നെ ദൂരത്തിനനുസരിച്ചും ഇതിൻ്റെ കാറ്റഗറിക്ക് മാറ്റം വരും. അതുപോലെ തന്നെ IC ഉണ്ട്, ICE ഉണ്ട്. ICE എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘദൂര ട്രെയിനുകളായിരിക്കും. അത് ബുള്ളറ്റ് ട്രെയിനുകളായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ജർമ്മനിയിൽ ഇരിക്കുന്ന സമയത്ത് ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ രാജ്യങ്ങൾ മാറി പോകുന്ന ട്രെയിനുകളാണ് ഈ ICE കാറ്റഗറിയിൽ വരുന്നത്. നമ്മുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ വീട്ടിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം.
പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.